എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് 18-ാം തീയതി LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് പങ്കെടുക്കാവുന്നതാണ്. എല്ലാ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതായത് SC ആയാലും ST ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OEC കാറ്റഗറി ഇതുപോലെ മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ടുള്ള അവസരം ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ 18-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട്, അതായത് ഒരു 10 മണിക്കെങ്കിലും LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോളേജിലെ വേക്കൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് പോവേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ലയിലെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നാട്ടിലുള്ള LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഏതാണോ അതിൻ്റെ ലിസ്റ്റ് നാളെ തന്നെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ പ്രോസ്പെക്ടസിലും അതിൻ്റെ ആ ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങളുടെ ജില്ലയിൽ ഇല്ലെങ്കിൽ അടുത്ത ജില്ലയിലെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിക്കൊണ്ട്, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. നിങ്ങൾ ഈ ഒരു 18-ാം തീയതി രാവിലെ ഒരു 10 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കേക്കോ അവിടെ ആ ഒരു സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ വിവിധ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ അതായത് ഈ ഒരു സെൻറ്റേഴ്സിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു LBSൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഏത് സീറ്റാണ് ഉള്ളത്, അതായത് മെറിറ്റ് സീറ്റിലാണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റാണോ ഉള്ളത്, അതിനനുസരിച്ച് കൊണ്ട് ആ ഒരു സീറ്റിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് അനുസരിച്ച് മുൻഗണന പ്രകാരം അലോട്ട്മെൻറ്റ് നടത്തും. അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത ദിവസം തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ 18-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട്, അതായത് 11 മണിക്ക് മുമ്പായിട്ട് രജിസ്ട്രേഷൻ നടത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അതായത് 18-ാം തീയതി രാവിലെ ഒരു 10 മണി അല്ലെങ്കിൽ 9 മണി ആ ഒരു ടൈമിൽ എത്തിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ID കാർഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അടക്കാൻ എത്ര രൂപയാണ് ഫീസ് വരിക അതിനനുസരിച്ചുള്ള ആ ഒരു ഫീസ് ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ പൈസയായിട്ടോ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ അടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.